നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് മന്ത്രി സജി ചെറിയനാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. സംവിധായകൻ പ്രിയനന്ദനും ഛായാഗ്രാഹകൻ അഴകപ്പനുമാണ് പ്രാഥമിക ജൂറി അധ്യക്ഷന്മാർ. സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി, എഴുത്തുകാരൻ NS മാധവൻ എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ. പുരസ്കാരങ്ങൾ നോക്കാം. മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരനാണ്. ആടുജീവിതം എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിനാണ് പൃഥ്വിരാജ് മികച്ച നടനുള്ള പുരസ്കാരം തേടിയെത്തിയത്. മികച്ച നടിമാർ എന്ന് വേണം പറയാൻ. രണ്ടുപേരാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിടുന്നത്. ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്ക് ഉർവശിയും ബീന R ചന്ദ്രൻ തടവ് എന്ന സിനിമയ്ക്കുമാണ്. മികച്ച സംവിധായകൻ ബ്ലസ്സിയാണ് ആടുജീവിതം 8ഓളം വരുന്ന പുരസ്കാരങ്ങളാണ് നേടിയിരിക്കുന്നത്. മികച്ച ചിത്രം കാതൽ എന്ന ചിത്രമാണ്. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ. രണ്ടാമത്തെ ചിത്രം ഇരട്ട, രോഹിത് MG കൃഷ്ണൻ സംവിധാനം ചെയ്ത ഇരട്ട എന്ന ചിത്രമാണ്. ഛായാഗ്രഹണം സുനിൽ KS. ആടുജീവിതം. സ്വഭാവ നടി ശ്രീഷ്മ ചന്ദ്രൻ. സ്വഭാവ നടൻ വിജയരാഘവൻ. പൂക്കാലം എന്ന സിനിമയ്ക്ക് വേണ്ടി വിജയരാഘവൻ അവതരിപ്പിച്ച കഥാപാത്രത്തിനാണ് സ്വഭാവ നടനുള്ള മികച്ച പുരസ്കാരം തേടിയെത്തുന്നത്. തിരക്കഥാകൃത്ത് അഡാപ്റ്റേഷൻ ബ്ലസ്സിയാണ്. ആടുജീവിതം എന്ന സിനിമയ്ക്ക് ബ്ലസ്സി മികച്ച അഡാപ്റ്റേഷൻ അദ്ദേഹത്തെ തേടിയാണ്. ആടുജീവിതം സിനിമയുടെ തിരക്കഥാകൃത്തിനാണ് മികച്ച തിരക്കഥാകൃത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ജൂറി പരാമർശം നടന്മാർ നോക്കുകയാണെങ്കിൽ KR ഗോകുൽ, ആടുജീവിതത്തിലെ KR ഗോകുൽ. അതുപോലെ തന്നെ കാതൽ എന്ന സിനിമയ്ക്ക് വേണ്ടി സുധി കോഴിക്കോട് അഭിനയിച്ച അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിനുമാണ് മികച്ച ജൂറി സ്പെഷ്യൽ ജൂറി പരാമർശം നടന്മാർക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യൽ ജൂറി ചിത്രം നോക്കുകയാണെങ്കിൽ ഗഗനചാരിയാണ്. നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്. തടവ് എന്ന ചിത്രമാണ്. മികച്ച ജനപ്രിയ ചിത്രം ആടുജീവിതമാണ്. നൃത്ത സംവിധാനം വിഷ്ണുവിനെയാണ് തേടിയെത്തിയിരിക്കുന്നത്. ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സുമംഗലയും അതുപോലെ ഡബിംഗ് ആർട്ടിസ്റ്റ് ആണെന്ന് നോക്കുകയാണെങ്കിൽ റോഷൻ മാത്യു ആണ്. അങ്ങനെ ആടുജീവിതം തൂത്തുവാരിക്കൊണ്ട് പോയിരിക്കുകയാണ് സംസ്ഥാന പുരസ്കാരങ്ങളെല്ലാം തന്നെ. എന്തായാലും പുരസ്കാരം ഇനി സമർപ്പിക്കുന്ന തീയതി എന്നാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ.